ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ? ഇന്ന് എനിക്ക് എഴുന്നേക്കാൻ നല്ല മടിയായിട്ടോ ഗൈസ്. അമ്മേനെ എന്നെ വിളിച്ച് എഴുന്നേച്ചത്. അപ്പൊ ഞാൻ പല്ലേക്കാൻ പോവുകയുണ്ടോ ഗൈസ്. അത് ഞാൻ മോള് കഴിക്കാണ്ട് മുഖമൊക്കെ കഴുകി നിൽക്കുവാണ് ഗൈസ്. അപ്പൊ ഞാൻ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് എണീക്കുമ്പോഴാണ് ഞാൻ മുഖം തൊടച്ചില്ലാന്ന് വിചാരിച്ചത് ഗൈസ്. അപ്പൊ ഞാൻ മുഖം തുടച്ചു. അടുത്തായി ഞാൻ പല്ലേക്കാൻ പോവാണ് കേട്ടോ. പല്ലേക്കണ ബ്രഷ് എടുത്ത് ഞാൻ പല്ലേക്കുവാണ്. കൊറേ നേരമൊക്കെ ഞാനിരുന്ന് പല്ലേച്ച. അപ്പോഴാണ് ഞാൻ മഴയുടെ സൗണ്ട് കേട്ടത് ഗൈസ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമുക്ക് മഴയത്ത് പോയി ബ്രഷ് ചെയ്താളാം. അപ്പൊ ഞാൻ കൊടി എടുത്ത് മഴയത്ത് ഇറങ്ങാണ്ട് ഗൈസ്. നമുക്ക് പുറത്തിറങ്ങുമ്പോ മഴയത്ത് ഞാൻ നടക്കുമ്പോ നല്ല സുഖമായിരിക്കൂല പല്ലേക്കുമ്പോ ഗൈസ്. അപ്പൊ ഞാൻ കൊറേ നേരം ഞാൻ അങ്ങാടെ നടന്നു ഇങ്ങാട് നടന്നോട്ടെ ഗൈസ്. നിങ്ങളുടെ അവിടെ മഴയൊക്കെ ഉണ്ടോ? കുറച്ച് ദിവസമായി മഴയൊക്കെ ഉള്ളത് ഗൈസ്. അപ്പോഴാണ് ഞാൻ മറന്നുപോയത് അത് അങ്കിളിന്റെ വീടാണ് കേട്ടോ ഗൈസ്. അതാണ് ഗൈസ് എന്റെ അങ്കിളിന്റെ വീട്. മോനൂട്ടിനൊക്കെ അതെ എവിടെ പോവാനൊക്കെ ഇറങ്ങുന്നുണ്ട്. നേരത്തെ തുടിച്ചിട്ടുണ്ട്. മഴ കാരണം അവർ ഓട്ടോയിലാണ് പോകുന്നത് ഗൈസ്. അപ്പൊ അമ്മയാണ് എനിക്ക് നെയ്റോസ്റ്റ് എനിക്ക് ഉണ്ടാക്കി തന്നത്. അമ്മ പകുതി വെട്ടി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഞാൻ അവിടെ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കണം എങ്ങനെയാണ് ഉണ്ടാക്കണത്. എനിക്ക് പഠിക്കാനുണ്ട് ഗൈസ്. അതൊക്കെ ഞാൻ പഠിക്കും വലുതാവുമ്പോ ഗൈസ്. അപ്പൊ ഞാൻ ടേബിളിൽ പോയി ഇരുന്നു. അപ്പൊ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന് വെച്ചു ഗൈസ്. അപ്പൊ ഞാൻ സാമ്പാറുണ്ട്, ചായ ഉണ്ട്. എനിക്ക് പ്ലേറ്റ് ആണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ ഞാൻ TV വെച്ച് കാണുവാണ് ഗൈസ്. അപ്പോഴാണ് അമ്മ പറഞ്ഞത് സാമ്പാർ ഒഴിച്ച് കഴിക്കാൻ. അപ്പൊ ഞാൻ കുറെ ഒഴിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അമ്മയാണ് പറഞ്ഞത് നല്ല എരിവുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് കഴിച്ചു നോക്കിയിട്ടോ ഗൈസ്. എന്നിട്ട് അമ്മ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ സാമ്പാർ ഒഴിച്ചപ്പോ നല്ല എരിവ് ഗൈസ്. അപ്പൊ ഞാൻ ആശനൊക്കെ കാണിച്ചു ഗൈസ്. നല്ലോണം എരിവുണ്ട്, നല്ലതാണെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ഇച്ചിരി ചായ കുടിച്ച് ചൂടുണ്ടാവും നോക്കിയതാണ്ട്ടെ. ചൂടില്ല ഗൈസ്, നേരത്തെ എടുത്തു വെച്ചേക്കണം. ഞാൻ കുടിക്കുവാണ് ഗൈസ്. TV കണ്ട് കുടിക്കുന്നേ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. അല്ല, ശരിക്കും ഞാൻ എന്നൂടെയൊക്കെ കാണാറുണ്ട് ഗൈസ്. എന്ത് ഗൈസ്, ഞാൻ യൂട്യൂബ് ചാനൽ നോക്കും. അപ്പൊ ഞാൻ TV ഓഫായി പോയിട്ട് ഗൈസ്. ഓഫായി പോയി. അപ്പൊ ഞാൻ കഴിച്ചോണ്ടിരിക്കണേണ്. കണ്ടോ ഗൈസ്, ഇതൊക്കെയാണ് കാണാറുള്ള അതിനെ പാട്ടാണ്ടോ ഗൈസ്. ലാസ്റ്റ് അമ്മ എനിക്ക് രണ്ടാമത് കൊണ്ടുവന്നേ. ഞാൻ വെറുതെ പറഞ്ഞാട്ടോ, എനിക്കറിയാം അതിന്റെ പേര്. അപ്പൊ രണ്ടാമത് വേണോന്ന് വെച്ചപ്പോ ഞാൻ വേണോന്ന് പറഞ്ഞു. നല്ല ചൂടോടായിരിക്കും, എന്ത് രസം കഴിച്ച. എന്റെ പപ്പ അവിടെ നിന്ന് പീനട്ട് ബട്ടറും കൂടി കഴിക്കുന്നുണ്ട്. സാമ്പാർ അത്രക്ക് ഇഷ്ടല്ല. അപ്പോഴാണ് എനിക്ക് മതിയത് ഗൈസ്. അച്ഛൻ സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടു കൈ കഴുകി എനിക്ക് മതിയായി. അപ്പൊ മുഖമൊക്കെ തുടച്ച് ഇച്ചിരി ഒരു സിനിമ കണ്ട് കിടക്കാന്ന് വിചാരിച്ചപ്പോ ഞാൻ അങ്ങോട്ട് ബെഡിലോട്ട് ഇട്ടു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു അയ്യോ കസേര മാറ്റണ്ടേ, അതുപോലെ ചെന്ന് തലയൊക്കെ നനയോന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വെച്ചു ഗൈസ്. അപ്പോഴാണ് അമ്മ അങ്ങനെ മേളിലോട്ട് ഇടാം. അപ്പൊ ഞാൻ അമ്മനോട് പറഞ്ഞ അമ്മ എനിക്ക് പറ്റൂല, ബാക്കി ചായ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ചായ കുടിച്ചു തീർന്നു. എന്നിട്ട് ഞാൻ സിനിമ കാണാൻ കിടന്നു ഗൈസ്. പടക്കള ഉണ്ട് സിനിമയുടെ പേര്. നല്ല കോമഡി സിനിമയാണ്. ഞാൻ ഒരു ദിവസം കണ്ടതാണ്. അവര് സിനിമക്ക് പോയതാണ്. ഇത് കണ്ട എനിക്ക് നല്ലോണം ഇഷ്ടമായി. അച്ഛൻ പീനട്ട് ബട്ടറും കൂടി കഴിക്കുന്നുണ്ട് ഗൈസ്. കണ്ട അച്ഛൻ കൊതിക്കാരനാണ്. ഇത് ആദ്യമായിട്ടാണ് വാങ്ങിയത്. നല്ല ടേസ്റ്റ് ആയി ഗൈസ്. ഹൈ പ്രോട്ടീൻ പീനട്ട് ബട്ടർ ആണ് ഗൈസ് അച്ഛൻ കഴിക്കുന്നത്. അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഗൈസ്. അമ്മ ചായ ഒന്നും കഴിക്കാറില്ല. സ്മൂത്തിയും മുട്ടയും കേൾക്കും. അപ്പൊ ഞങ്ങൾ അങ്ങാടിങ്ങാട് സംസാരിച്ച് നിൽക്കുവാണ് ഗൈസ്. അവിടെ സിനിമയൊക്കെ കാണിക്കുന്ന ഒരു പട്ടി എന്നിട്ട് അയാളവിടെ രൂപത്തോടെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർത്തത് അങ്കിളുടെ വീട്ടിൽ പോയില്ലല്ലോ. അപ്പൊ ഞാൻ കുടയൊന്നും എടുക്കാതെ അടിപ്പാടി അങ്ങോട്ട് പോകുന്നു ഗൈസ്. എനിക്ക് അങ്ങനെ മഴയത്ത് വിളിക്കുന്ന ഇഷ്ടമാണത്. ഞാൻ അടിപ്പടി പോകുന്നു. ഇതാണ് ടുഡു കാറ്ററിംഗ്. ഞാൻ എന്റെ അവിടെ നിൽക്കുന്ന അച്ഛനാണ് അപ്പം വിളിച്ചത് ഗൈസ്.
നോനൂട്ടം പോകുന്നുണ്ട്. അച്ഛൻ അരി കഴുകുന്നത് ഗൈസ്. അപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പൊ ഞാൻ വന്ന് ഗൈസ്, ഞാൻ പറഞ്ഞത് ഗൈസ്. ദേ അവിടെ എല്ലാവരും നിൽക്കുന്നുണ്ട്. നോനി പോകുന്നുണ്ട് പാത്രം വെച്ച്. എല്ലാവരും ഒരു പണിത്തിരക്കിലാണ് ഗൈസ്. ഗൈസ് എല്ലാവരും പണിത്തിരക്കിലാണ് ഗൈസ്. അനിയൻ ദേ അവിടെ അടിപ്പാടി നിൽക്കുന്നുണ്ട് ഗൈസ്. ഇത് എല്ലാവരും ഗൈസ്, ഞാൻ കാറ്ററിംഗ് സ്ഥലം കാണിച്ചു തരുന്നുണ്ട്. എല്ലാരും നല്ല തിരക്കിലാണ്. ബിരിയാണിയില് തീ വച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക്. എല്ലാവരും ഇവിടെ പണി. അമ്മാനെങ്കിൽ പായസം ഉറക്കുന്നുണ്ട് ഗൈസ്. എനിക്ക് അമ്മാനെ താറ്റെടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് വെള്ളപ്പായസം ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ചില്ലി ചെയ്ത് പായസം നല്ലോണം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. പല ഇതില് ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി ഇത് രണ്ടും സെയിം ആണെന്നാ തോന്നുന്നത്. അപ്പോഴാണ് അടുത്ത ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. കുറെ നേരമൊക്കെ ഞാൻ അവിടെ ആയിട്ട് നിന്ന്. ലാസ്റ്റ് എനിക്ക് പറ്റിയില്ല. അപ്പൊ ഞാൻ പോകുന്നു ഗൈസ്. എനിക്ക് പറ്റിയില്ല. ലാസ്റ്റ് ഞാൻ അങ്ങോട്ട് പോയി. അപ്പോഴാണ് അമ്മ വീടെടുത്തത്. അപ്പോഴേക്കും നല്ല മുട്ട മഴ. അപ്പോഴാണ് ഞാൻ ഗൈസ് മഴയത്ത് കുളിക്കാൻ പോയത്. അപ്പൊ ഗൈസ് മഴയത്ത് കുളിച്ചു വന്നു ഗൈസ്. അപ്പൊ ഇച്ചിരി പഠിക്കാനുണ്ട് ഗൈസ്. അപ്പോഴാണ് ഗൈസ് എന്റെ സ്കെയിൽ ഓടിച്ചായിരുന്നു ഗൈസ്. അപ്പൊ ഞാൻ മുട്ടൻ കരച്ചിലായിരുന്നു കേട്ടോ ഗൈസ്. എനിക്ക് പറ്റിയില്ല. അതെന്റെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ മുട്ടൻ കരച്ചിലായിരുന്നു. ഇപ്പോൾ എനിക്ക് സങ്കടമുണ്ട് ഗൈസ്. അപ്പോഴാണ് ഞാൻ അമ്മനോട് പറഞ്ഞു, അമ്മ എനിക്ക് അതുപോലത്തെ ഒരു പെൻസിൽ വാങ്ങി തരാൻ. അപ്പൊ കുറെ പഠിക്കാനുണ്ട് ഗൈസ്. എനിക്ക് നല്ലോണം പഠിക്കാൻ. ഞാൻ ഇന്നലെ പഠിച്ചില്ല. ഇന്നലെ എനിക്ക് മടിയായിരുന്നു ഗൈസ്. നല്ല ഉറക്കം വന്നു ഇന്നലെ ഗൈസ്. അപ്പൊ പഠിച്ചൊക്കെ കഴിഞ്ഞ ലഞ്ചില് ചോറും ചിക്കൻ കറിയും ചിക്കൻ വറുത്തതുമായിരുന്നു ഗൈസ്. അത് ഞാൻ ഫുള്ളും കഴിച്ചു ഗൈസ്. അമ്മ കുറെ നേരം ഇങ്ങനെ ഗൈസ്. അപ്പൊ വീട്ടില് ഹേതൂട്ടം വന്നിട്ടുണ്ടായിരുന്നു. അവര് രണ്ടുപേരും കഴിച്ചു. അപ്പൊ ഇടിയപ്പം ചിക്കൻ കറി ആയിരുന്നു ഗൈസ്. ഇത്രയുള്ള വീഡിയോ. ടാറ്റ ബൈ ബൈ, സീ യു.